നമ്മൾ രക്ഷയെക്കുറിച്ച് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രക്ഷയുടെ ശാസ്ത്രം എന്താണ്, നമ്മുടെ രക്ഷയെക്കുറിച്ച് വേദവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അത് വ്യവസ്ഥാപിതമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇനി അഥവാ രാവിലത്തെ യോഗത്തിന് സംബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നീട് യൂട്യൂബിലെല്ലാം വരുമ്പോൾ. കാരണം ഒരു രക്ഷ എങ്ങനെയാണ് സംഭവിക്കുന്നുള്ള കാര്യം നമ്മൾ ഇന്ന് പല പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ ഒരിക്കലും പരാമർശിക്കപ്പെടുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് പലപ്പോഴും ഈ രക്ഷയുടെ ഡൈനാമിക്സ്, എങ്ങനെയാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ നിശ്ചയമില്ല എന്നുള്ളതാണ് ഇന്ന് സാധാരണഗതിയിൽ കാണുന്ന ഒരു പ്രോബ്ലം. അതുകൊണ്ട് നാം ശരിക്കും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ, അത് എങ്ങനെയാണ് നടന്നതെന്നും എന്താണ് അതിന്റെ പ്രോസസ് എന്നും കർത്താവ് അതിനു വേണ്ടി കൊടുത്ത വില എന്താണെന്നും നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രക്ഷയുടെ വില, കർത്താവ് എന്തുമാത്രം സ്നേഹം അതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ വെളിപ്പാട് നമുക്ക് ലഭിക്കുമ്പോഴാണ് ശരിക്കും രക്ഷയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്. അപ്പം പ്രോപ്പർലി സാൽവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്ന ആ ഒരു അനുഭവം നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ നിർബന്ധിക്കപ്പെടുന്നതും എല്ലാം ഈ സാൽവേഷന്റെ ഫലമായിട്ടാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു തരത്തിലും ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സാൽവേഷൻ എന്നുള്ള കാര്യം. രക്ഷ ഒരിക്കലും നമ്മുടെ ഹ്യൂമൻ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ഒരു യുക്തിക്കും ചേരുന്നതല്ല എന്നുള്ളതാണ്. ഒരു യുക്തി കൊണ്ടും ഇതിനെ മെഷർ ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ നമ്മളെ പോലുള്ള കുറ്റവാളികൾക്ക് പകരം നൽകിക്കൊണ്ട് എങ്ങനെയാണ് ദൈവം നീതിമാനാകുന്നത്? കുറ്റം ചെയ്തവരെല്ലാം വെറുതെ വിട്ടിട്ട് കുറ്റം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുന്നതിലൂടെ ദൈവം എങ്ങനെയാണ് നീതിമാനാകുന്നത് എന്നുള്ള യുക്തിക്ക് പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ശരിക്കും മനുഷ്യന്റെ യുക്തിക്ക് അപ്പുറത്താണ് ദൈവത്തിന്റെ യുക്തി. ദൈവത്തിന്റെ യുക്തി എന്ന് പറയുന്നത്, നമ്മൾ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും നരകത്തിൽ വിട്ടേ പറ്റും. പക്ഷെ നമ്മളുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ രക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മളെ വെറുതെ വിടാനും പറ്റില്ല. കാരണം വെറുതെ വിട്ടു കഴിഞ്ഞാൽ പാപത്തെ ന്യായീകരിക്കുന്ന പോലെ വരും. നമ്മുടെ പാപത്തിന് കണക്കില്ലാതെ വരും. കണക്കില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ആ പണിഷ്മെന്റ് ഏറ്റെടുക്കുകയായിരുന്നു. ഈ സ്വയമേ ഏറ്റെടുക്കുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു തേർഡ് പാർട്ടി സഫർ ചെയ്യാതെ കർത്താവിന്റെ ക്രോധം പാപത്തോട് എന്തുമാത്രം ഉണ്ടെന്ന് സ്വന്തം ശരീരത്തിൽ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ആ വയലൻസ്, പാപം ഉണ്ടാക്കുന്ന വയലൻസ് എന്താണെന്ന് കർത്താവ് തന്നെ വഹിച്ചുകൊണ്ടാണ് അവൻ ആ രക്ഷ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് തൃത്വ ഉപദേശവും ഇതുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കുന്നത്. യേശുക്രിസ്തു ഒരു സൃഷ്ടി മാത്രമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ആൻ അൺജസ്റ്റ് സഫറിംഗ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തു ഒരു സ്വർഗീയ ബീയിങ് മാത്രമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ഇന്നലെയും ഞാൻ ഒരാളുടെ ഫോണിലൂടെ സംസാരിക്കുന്നിടയായി. അവർ പറയുന്നത് യേശുക്രിസ്തു ഒരു സെക്കൻഡ് ആളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പരമാധികാരി ദൈവം ഒരാളേ ഉള്ളൂ. യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണ്, ഒരു സ്വർഗീയ ജീവി പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര അനീതിയല്ലേ? ഭയങ്കര അനീതിയാണ്. കാരണം ദൈവം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ സഫറിങ്ങിന് വിടുക എന്ന് പറയുന്നത് ഭയങ്കര അനീതിയാണ്. കർത്താവ് തന്നെയാണെങ്കിലേ, ദൈവം തന്നെയാണെങ്കിലേ ആ അനീതി മാറുകയുള്ളൂ. അവൻ തന്നെ ആ സഫറിങ് എടുക്കുമ്പോഴാണ് അത് അനീതി മാറി അത് സ്നേഹമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃത്വ ഉപദേശം നമ്മുടെ രക്ഷയ്ക്ക് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം തൃത്വം ഇല്ലെങ്കിൽ നമുക്ക് രക്ഷ ശരിയായി ദൈവത്തിന്റെ സ്നേഹത്തെ എക്സ്പൗണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ അനീതി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ചെയ്ത തെറ്റിന് ഇന്നസെന്റ് ആയ വേറൊരു ക്രിയേഷൻ സഫർ ചെയ്യാന്ന് പറയുന്നു. പക്ഷെ ദൈവം തന്നെ ആ സഫറിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവത്തിലേക്ക് തന്നെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ ദൈവം തന്നെ അതിനകത്ത് സഫറിങ്ങിലേക്ക്, ഫസ്റ്റ് പാർട്ടി തന്നെ, ഒഫൻഡഡ് പാർട്ടി തന്നെ ആ സഫറിങ്ങിന് വിധേയമാകുമ്പോഴാണ് അത് ശരിക്കും സ്നേഹമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ് നമ്മൾ പഠിക്കുന്ന സാൽവേഷനകത്ത് എല്ലാം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചായിരുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്യം, ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാക്യമാണ് റോമാ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ
ഉള്ള വാക്യം. ആ റോമാലേഖനം 4-ാം അധ്യായം എന്ന് പറയുന്ന ഒരു ലാൻഡ്മാർക്കാണ്. ഒരു ഭയങ്കര, അതുവരെയുള്ള എല്ലാ പഠനങ്ങൾക്കും മതങ്ങൾക്കും ഒക്കെ എതിരായിട്ട് വരുന്ന ഒരു ഭാഗമാണ് റോമാലേഖനം 4-ാം അധ്യായത്തിലുള്ള കർത്താവിനെ കുറിച്ചുള്ള പൗലോസിന്റെ ശക്തമായ ആർഗ്യുമെന്റ്സ്. അത് റോമാലേഖനം 4-ാം അധ്യായത്തിലെ ഒരു ഓഡേഷ്യസ് ആയിട്ട്, ഒരു മനുഷ്യയുക്തിക്ക് നിരക്കാത്ത ഒരു പ്രസ്താവനയാണ് 5-ാം വാക്യം. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പോൾ ആരുടെ വിശ്വാസമാണ് നീതിയായി കണക്കിടുന്നത്? അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ, പ്രവർത്തിക്കാത്ത അഭക്തനെ, അയോഗ്യനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് അവരുടെ വിശ്വാസം നീതിയായി കണക്കിടുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് തോന്നുന്നത് ഒന്നും പ്രവർത്തിക്കാതെ തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളെ നീതീകരിക്കുന്നതാണ് ശരിക്കും ദൈവം ചെയ്യുന്നതെന്നാണ്. എന്നാൽ ഒന്നും കൂടെ വായിച്ചു നോക്കി അങ്ങനെ അല്ല അത് എഴുതിയിരിക്കുന്നത്. അത് ശരിയാണ്, അത് തെറ്റാന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം നമ്മുടെ വിശ്വാസം ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? പ്രവർത്തിക്കുന്ന നീതിമാനായ ഒരാളെ നീതിമാൻ എന്ന് വിളിക്കുന്ന ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതോ ഒന്നും പ്രവർത്തിക്കാതെ നിസ്സഹായനും പാപിയും ദോഷിയുമായിരുന്ന എന്നെ എൻ്റെ ഒരു പ്രവൃത്തിയും കണക്കിടാതെയാണ് ദൈവം നീതീകരിച്ചതെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏത് വിശ്വാസമാണ് നീതിയായി മാറുന്നത്? നീതിയായി മാറുന്നത് സ്വന്തം നീതിയിൽ വിശ്വസിക്കുന്ന വിശ്വാസമല്ല, എന്നാൽ അനീതി ചെയ്യുന്ന, പ്രവർത്തിക്കാത്ത ഒരുത്തനെ നീതീകരിക്കാനുള്ള ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾ. അപ്പോൾ ഞാൻ പറയാണ്, കർത്താവെ, എൻ്റെ ഒരു നീതിയുമല്ല, എൻ്റെ ഒരു നീതിയും കൗണ്ട് ചെയ്യാനില്ല, ഞാൻ പ്രവർത്തിക്കാത്തവനും നിസ്സഹായനും ശത്രുവുമാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിയുമ്പം അത് ആ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്നിലേക്ക് നോക്കാത്ത ഒരു ഫെയ്ത്താണ്. എൻ്റെ ഒരു മെറിറ്റും കണക്ക് കൂട്ടാത്ത ഒരു ഫെയ്ത്താണ്. എൻ്റെ ഒരു മെറിറ്റും കണക്ക് കൂട്ടാത്ത ആ ഫെയ്ത്താണ് ശരിക്കും കർത്താവിലേക്ക് നോക്കുന്ന ഫെയ്ത്ത്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞതാണ്, കർത്താവ്, നീ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഒറ്റ കാരണമുള്ളൂ, ഈ എന്നെ പോലെ ഒരു അഭക്തനെ നീതീകരിക്കാനും രക്ഷിക്കാനും നിനക്കൊരു പദ്ധതി ഉണ്ടായി, അല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. ഇതാണ് ഫെയ്ത്തിന്റെ എസൻസ് എന്ന് പറയുന്നത്. ഞാൻ രക്ഷപ്പെട്ടത് ഒറ്റ കാരണം കൊണ്ടാണ് കർത്താവ്, നീ ഒന്നും പ്രവർത്തിക്കാത്ത ഒരുത്തിനെ രക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു തീരുമാനം നിനക്കില്ലായിരുന്നെങ്കിൽ, നീതിമാനെ മാത്രം നീ രക്ഷിക്കുമായിരുന്നുള്ളെങ്കിൽ ഞാൻ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഈ ലോകത്തുള്ള എല്ലാവരും പോയാലും ഞാൻ ആ ലിസ്റ്റിൽ ഉണ്ടാകുമായിരുന്നില്ല. എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം സ്വർഗത്തിൽ പോയാലും, എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും ദൈവം നീതിമാനെന്ന് വിളിച്ചാൽ പോലും ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഇതിനകത്ത് ഉണ്ടാകാനുള്ള ഒരേ ഒരു കാരണം പാപികളെ നീതീകരിക്കാനും അവരോട് കരുണ കാണിക്കാനും അവരോട് ക്ഷമിക്കാനും പ്രവർത്തിക്കാത്തവരെ നീതീകരിക്കുന്ന നിന്റെ സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നത്. അതർവൈസ് ഐ വുഡ്ന്റ് ബി ഹിയർ. ഇതാണ് ശരിക്കും കർത്താവിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ചുറ്റും നോക്കുമ്പോൾ അവരെല്ലാം ചിലപ്പോൾ നീതിമാന്മാരായിരുന്നിരിക്കും, ഡോണ്ട് നോ, ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനല്ലായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് കർത്താവിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രവൃത്തികളെ റൂൾ ഔട്ട് ചെയ്യുന്നത്. പ്രവൃത്തികളെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്വയനീതി ഉണ്ടാവും. ഇപ്പൊ ജസ്റ്റിഫിക്കേഷനകത്ത് മനുഷ്യന്റെ പ്രവൃത്തിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറയും, കർത്താവെ, നീ എന്നോട് കാണിച്ച കരുണയും ഞാൻ ചെയ്ത ഇന്ന പ്രവൃത്തികൾ നിമിത്തമാണ് നീ എന്നെ നീതീകരിച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും there is an element of human righteousness claiming a part of God's work. അപ്പൊ അതൊരു തെറ്റായ കാര്യമായി മാറുന്നത് കൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? പ്രവർത്തിക്കാത്തവനെ നീതീകരിക്കുന്നുള്ള ഇതൊരു റെവല്യൂഷണറി ഐഡിയ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യ യുക്തിക്ക് ചേരുന്ന ഒരു ഐഡിയ അല്ല. എന്നാൽ ബ്രോക്കൺ ഹാർട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നത് ഈ ഐഡിയയിലൂടെയാണ്. അതായത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുമ്പോൾ തകർന്ന ഹൃദയമുള്ള ആളുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധന്മാരുണ്ടാകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വഴിയെക്കുറിച്ച് നമുക്ക് മനുഷ്യയുക്തി കൊണ്ട് ഒരിക്കലും ആലോചിക്കാൻ പോലും സാധിക്കില്ല. അപ്പൊ ബൈബിളിലെ തന്നെ ഏറ്റവും ലാൻഡ്മാർക്ക് റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ളത്. അപ്പൊ വിശ്വാസത്താലുള്ള വീണ്ടും ജനനം, വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, എന്നിട്ട് റോമാലേഖനം 8:33-34 വാക്യങ്ങളിൽ പറയാണ്, ദൈവം ഒരാളെ നീതീകരിച്ചാൽ അവനെ കുറ്റം വിധിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോ ദൈവത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്, നമ്മുടെ ചില രാജ്യങ്ങളിലൊക്കെ ഈ ഏകാധിപത്യ അവിടുത്തെ രാജാവ് പറയുകയാണ്, ഏകാധിപത്യ പ്രവണതയുള്ള രാജ്യമാണ്, രാജാവ് പറയുകയാണ് ഇവൻ ഫ്രീ ആണ്, ഇവനെ കുറിച്ച് ആരും ഒരു കുറ്റവും ചുമത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസും ഒന്നും ചെയ്യില്ല. കാരണം രാജാവിന്റെ ഓർഡർ അത് അങ്ങനെയാണ്. അപ്പൊ ചുറ്റുമുള്ളവർ നോക്കും, ഇവനെ എങ്ങനെയാണ് വെറുതെ വിട്ടത്? പക്ഷെ രാജാവിന്റെ ഓർഡറാണ് വെറുതെ വിട്ടിരിക്കുന്നത്.
എന്ന് പറയുന്നത് പോലെ നമ്മളെ നോക്കി ചിലപ്പം നമ്മുടെ ചുറ്റുമുള്ളവരെ പറയും ഇവനെ വെറുതെ വിട്ടോ എന്ന് പറയുമായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ രാജാവിന്റെ ഓർഡറാണ്. രാജാവ് ഇവനെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് ഇവനെ കുറ്റം വിധിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് who shall bring any charge against God's elect? It is God who justifies. Who is to condemn? അപ്പോൾ ആർക്കാണ് കണ്ടം ചെയ്യാൻ പറ്റുന്നത്? ദൈവമാണ് തെരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മനോഹരമാണ്. ഓക്കെ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അത്ഭുതകരമാണ്. ടു കണ്ടം സമ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ ഗിൽറ്റി ആണ് എന്ന് പറയുന്നതിനാണ് കണ്ടംനേഷൻ എന്ന് പറയുന്നത്. ഒരുത്തൻ നീ പാപിയാണ്. പക്ഷെ പല ആൾക്കാരും ഈ പാപത്തിന്റെ ഗിൽറ്റിനാൽ സഫർ ചെയ്യുന്നുണ്ട്. യു ആർ ഗിൽറ്റി. അപ്പൊ കർത്താവ് പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ ഈ ഗിൽറ്റ് കിടക്കും. ചില സമയത്ത് ഈ ഗിൽറ്റ് നമ്മളെ തകർക്കാൻ മാത്രം ഒരു ചെറിയ പെർസെൻറ്റേജ് ഗിൽറ്റ് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ കിടന്നേക്കാം. അത് നമ്മുടെ വർത്ത്ലെസ്നെസ് കാണിക്കാൻ വേണ്ടിയാണ്, നമ്മളെ നിരാശപ്പെടുത്താൻ വേണ്ടിയല്ല. ഗ്രേസിനെ ഇല്ലാത്ത, ഗ്രേസ് അനുഭവിക്കാത്ത ഒരു ഗിൽറ്റിലേക്ക് ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിടുന്നില്ല. ഉദാഹരണം പൗലോസ് തന്നെയാണ്. പൗലോസിന്റെ ജീവിതാന്ത്യം വരെയും പൗലോസിന് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷെ അത് കൃപയാൽ കവർ ചെയ്യപ്പെട്ടിരുന്നത് കൊണ്ട് അത് പ്രശ്നം ഉണ്ടാക്കിയില്ല. സാധാരണഗതിയിൽ കൃപയാൽ കവർ ചെയ്യപ്പെടാത്ത കുറ്റബോധങ്ങൾ പലപ്പോഴും സാത്താന്യമാണ്. അത് നമ്മളെ നിരാശപ്പെടുത്തുകയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്യും. ഈ കൃപയാൽ കവർ ചെയ്യപ്പെടാത്ത കുറ്റബോധം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്: ദൈവം ഇനി എന്നെ സഹായിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ അത്ര വലിയ പാപിയാണ്, ഇനി കർത്താവ് എന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഓക്കെ ഞാൻ പോയി, ഇനി എൻ്റെ കാര്യം നോക്കണ്ട. ഇങ്ങനെ ചിന്തിക്കുന്നതിനാണ് നമ്മൾ കൃപ കവർ ചെയ്യാത്ത കുറ്റബോധം എന്ന് പറയുന്നത്. ഇതാണ് യൂദായ്ക്ക് സംഭവിച്ചത്. ഇതാണ് പല ആളുകൾക്ക് സംഭവിക്കുന്നത്. ദൈവം എന്നെ കൈവിട്ടു എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ടൊരു ബേർഡൻ ആയിട്ട് ഉള്ളിൽ കിടക്കുക. വിൽ ഗോഡ് അക്സെപ്റ്റ് മീ? അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു മനസ്സിലാക്കിയത് ഒരു പ്രവചനം വഴിയാണ്. ആദ്യം ഇപ്പം പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അൺകണ്ടീഷണൽ എന്നുള്ള പിന്നീട് മനസ്സിലാണ്. ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ഒരു പ്രവാചകന്റെ മുമ്പിൽ പണ്ടുപോയിരിക്കുമ്പോൾ ഒരു പ്രവചനം എന്റെ നേരെ വന്നത് ഇങ്ങനെയാണ്: നിന്നെ തിരിച്ചിരിക്കുന്നു. അപ്പൊ എൻ്റെ ഉള്ളിൽ ഭയങ്കര പാപങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ പാപമായിട്ട് പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്, കർത്താവെ നീ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം നീ എൻ്റെ ഒരു പാപത്തിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പോവും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പ്രവാചകൻ. എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, എന്നെ പോലെ ഒരാളോട് കർത്താവിന് ഇങ്ങനെ പറയാമെങ്കിൽ, നിന്നെ ഞാൻ എൻ്റെ വേലയ്ക്ക് ഉപയോഗിക്കുമെന്ന് പറയാമെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്നെ നീതീകരിക്കുന്നുണ്ട്, അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. അതൊരു ഭയങ്കര ആനന്ദമായിരുന്നു. ഈ ആനന്ദം പക്ഷെ ശരിക്കുള്ള പ്രവചനമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അന്ന് ഞാൻ അത് ദൈവം എന്നോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു സമാധാനം എന്ന് പറയുന്നത് ഗോഡ് ഹാസ് അപ്രൂവ്ഡ് മീ സ്പൈറ്റ് ഓഫ് വാട്ട് ഐ ആം എന്നുള്ളതാണ്. അപ്പൊ അത് വിശുദ്ധീകരണത്തിന്റെ ഒരു ആരംഭമാണ് ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ തൊട്ടാണ് നമ്മൾ വിശുദ്ധീകരണത്തിനുള്ള ആ ഓട്ടം നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ പറയുന്നത് ആരാണ് ദൈവം നീതിമാൻ എന്ന് വിളിച്ച ഒരാളെ കുറ്റം പറയുന്നത്? ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കരുത്, എന്ത് കുറ്റം ചെയ്താലും ദൈവം നീതിമാൻ എന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെയല്ല ദൈവം നീതിമാൻ എന്ന് വിളിക്കുന്നത്. നീതിമാൻ എന്നൊരു മനുഷ്യനെ ദൈവം വിളിക്കുമ്പോൾ അവൻ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ദൈവം നീതിമാൻ എന്ന് വിളിക്കുന്നത്. അവനെ നീതിമാനാക്കാൻ കർത്താവിന് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. പണ്ട് മാക്ബത്തിന്റെ കഥയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാക്ബത്ത് ആണെന്ന് തോന്നുന്നു. അതെ, പഴയ ഓർമ്മ, എൻ്റെ ഓർമ്മയുടെ കാര്യം അറിയാലോ. അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ പല കാര്യങ്ങളും ഈ പഴയ കാര്യങ്ങളും പണ്ടെങ്ങാണ്ട് വായിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി മിസ്റ്റേക്ക് വരും. ഇപ്പൊ ഇവൻ എവിടെ പോയി ഇരിക്കുമ്പം 2-3 വിച്ചസ് അവിടെ നിന്നുകൊണ്ട് ഇതാ ഫ്യൂച്ചർ കിങ് എന്ന് മറ്റോ പറയും. അവൻ കിങ് ഒന്നും അല്ല, പക്ഷെ കിങ് ആകുമെന്നുള്ളത് വെച്ചാ പറയുന്നത്. ഇവനത് കിങ് ആവാൻ വേണ്ടി പിന്നെ കൊലപാതകമൊക്കെ നടത്തും. അത് വേറെ വഴി. ഇവരാണ് ഈ വഴിതെറ്റിക്കുന്നത്. ഈ 3 വിച്ചസാണ് ഇങ്ങനെ വഴിതെറ്റി. അപ്പൊ ഇതുപോലെ ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്രവചനമാണ് നമ്മുടെ നീതീകരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ദൈവം എന്നെ നീതിമാൻ വിളിക്കുമ്പോൾ എന്നെ നീതിമാനാക്കാനുള്ള പ്രൊവിഷനും അവൻ ചെയ്തിട്ടുണ്ട്. എന്നെ നീതിമാനാക്കാൻ അവന് സാധിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു പ്രസ്താവനയാണ്. ദാറ്റ് മീൻസ് ഗോഡ്സ് ഡിക്രീസ് ആർ എറ്റേണൽ. ചേസ് നീതിമാനായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എറ്റേണൽ പ്രഖ്യാപനമാണ്. ഞാൻ നീതിമാനല്ല ആ സമയത്ത്, പക്ഷെ ദൈവത്തിന് എന്നെ നീതിമാനാക്കാൻ പറ്റും. ഇൻ ക്രൈസ്റ്റ് ഐ ആം ഡിക്ലെയർഡ് റൈച്ചസ്, നോട്ട് ഗിൽറ്റി. ഈ നോട്ട് ഗിൽറ്റി എന്നുള്ള ആ ഒരു ഡിക്ലറേഷൻ ആണ് ശരിക്കും നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന് നമ്മളെ നീതീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് കാണിക്കുന്നത്.
പഴയ നിയമത്തിലെല്ലാം നമ്മൾ കാണുന്നത് നീതിമാനെ ദൈവം നീതീകരിക്കുമെന്നാണ്. അതായത് ആവർത്തന പുസ്തകം 25:1 പറയുന്നത് ഇങ്ങനെയാണ്: ജസ്റ്റിഫൈ ദ റൈച്ചസ് ആൻഡ് കണ്ടം ദ വിക്കഡ്. അങ്ങനെയാണ് ദുഷ്ടനെ എന്താ ജഡ്ജ് ചെയ്യുകയും കണ്ടം ചെയ്യുകയും നീതിമാനെ നീതീകരിക്കുകയും ചെയ്യുന്ന ദൈവം. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അതായത് ഇപ്പോഴും നീതിമാനെ തന്നെയാണ് ദൈവം നീതീകരിക്കുന്നത്. പക്ഷെ നീതി എൻ്റെ അല്ല എന്നുള്ളത്, ക്രിസ്തുവിന്റെ നീതിയുടെ പ്രൊവിഷനിലാണ് എന്നെ നീതീകരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എൻ എംപ്റ്റി ജസ്റ്റിഫിക്കേഷൻ. ചുമ്മാ കുറെ പാപികളെ വിളിച്ചിട്ട് നിങ്ങളല്ല നീതിമാൻ എന്ന് പറഞ്ഞ് വിടുക അല്ല കർത്താവ് ചെയ്യുന്നത്. അതിനൊരു രീതിയുണ്ട്, ഒരു മീൻസ് ഉണ്ട്, ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഓൺ വാട്ട് ഗ്രൗണ്ട്സ് ആർ വി ജസ്റ്റിഫൈഡ്? വി ആർ ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ക്രൈസ്റ്റ് ക്രൂസിഫിക്ഷൻ. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ഗ്രൗണ്ടിലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഇറ്റ്സ് ഓൺ ദാറ്റ് ഗ്രൗണ്ട്, ഇറ്റ്സ് ഓൺ ദാറ്റ് ബേസിസ്. അപ്പൊ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അവന്റെ ക്രൂശീകരണം, അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചത് കൊണ്ടാണ് നമ്മളെ എന്ത് പറയുന്നത്? നീതിമാൻ, ഗിൽറ്റി ഇല്ലാത്തവൻ എന്ന് പറയുന്നത്, നോട്ട് ഗിൽറ്റി എന്ന് പറയുന്നത്. അതിന് കാരണം നമ്മളല്ല, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ കർത്താവിന്റെ ഓപ്പറേഷനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റീജനറേഷനും ജസ്റ്റിഫിക്കേഷനും തമ്മിലുള്ള ബന്ധമാണ്. റീജനറേഷൻ എന്ന് പറയുന്നത്, അല്ലെ വീണ്ടും ജനനം എന്ന് പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് എ സർജിക്കൽ പ്രൊസീജിയർ. ഒരു സർജനാണ് ദൈവം ഈ വീണ്ടും ജനിപ്പിക്കുന്നത്. അതായത് നമ്മുടെ പഴയ ഹൃദയം എടുത്ത് മാറ്റി പുതിയൊരു ഹൃദയം പിടിപ്പിക്കുന്ന ഒരു സർജൻ. ഓക്കെ, അപ്പോൾ പഴയ ഹൃദയം എടുത്ത് മാറ്റി ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, ലൈക്ക് എ സർജൻ. ഓക്കെ, ഒരു ഓപ്പറേഷൻ. ഇപ്പൊ ഞാൻ പുതിയ ആളായി. ഇപ്പൊ കർത്താവ് പറയാണ്, ഹീസ് ജസ്റ്റിഫൈഡ്. കാരണം അവൻ എൻ്റെ മകനാണ്, എൻ്റെ ആത്മാവാണ് അവൻ്റെ ഉള്ളിലുള്ളത്. സോ ഹി കനോട്ട് ബി ഗിൽറ്റി, ഹി കനോട്ട് ബി അക്കൗണ്ടഡ് ഫോർ ഹിസ് സിൻസ്. അത് ഞാൻ യേശുവിന്റെ രക്തത്താൽ, എൻ്റെ പുത്രന്റെ രക്തത്താൽ കഴുകി കളഞ്ഞിരിക്കും. അപ്പൊ സർജറിക്ക് ശേഷം ഡോക്ടർ എന്ന് പറയല്ലേ, സർജറി സക്സസ്ഫുൾ എന്ന് പറയത്തില്ലേ? അതുപോലെയാണിത്. ദൈവം എന്ത് ചെയ്യുന്നു? എന്നെ ഹീൽ ചെയ്തെന്ന് മാത്രമല്ല, എന്നെ പുതുതാക്കിയെന്ന് മാത്രമല്ല, ഞാൻ പുതുതാക്കപ്പെട്ടവനെന്നും നീതിമാനെന്നും പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ വീണ്ടും ജനിച്ച ഒരാളെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞു, ഇവൻ പുതിയ സൃഷ്ടിയാണ്, ഇവന്റെ പഴയ പാപങ്ങളെല്ലാം തൂത്തുമാറ്റപ്പെട്ടിരിക്കുന്നു, ഇവനെ നീതിമാൻ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ നീതിമാൻ എന്ന ദൈവം പ്രഖ്യാപിക്കുന്ന ആ പ്രോസസ്സിനെയാണ് പൗലോസ് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം. നോട്ട് ബൈ വർക്ക്സ് ഓഫ് ദ ലോ ബട്ട് ബൈ ഫെയ്ത്ത് ഇൻ ദ വർക്ക് ഓഫ് ദ സൺ. പുത്രന്റെ പ്രവൃത്തികളിന്മേലുള്ള വിശ്വാസത്താലാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ നമ്മെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കണ്ണിൽ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നത് ചുമ്മാ പ്രഖ്യാപിക്കുന്നതല്ല, ദൈവം അതിനുള്ളൊരു വർക്ക് ചെയ്തിട്ടാണ്, നമ്മൾ റീജനറേറ്റ് ചെയ്തിട്ടാണ്. അതാണ് റീജനറേഷൻ കംസ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആൻ എംപ്റ്റി സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഗോഡ് മേക്സ് ആഫ്റ്റർ റീജനറേറ്റിംഗ് us. ഒരു സർജിക്കൽ പ്രൊസീജിയറിന് ശേഷമുള്ള ഡോക്ടർ ഡിക്ലറേഷൻ ആണ്, നൗ ഈസ് ഓക്കെ, ഹി ഈസ് ജസ്റ്റിഫൈഡ്, നൗ ഹി ഈസ് ഓക്കെ, ഹി ഈസ് ജസ്റ്റിഫൈഡ് എന്ന് പറയുന്നത് റീജനറേഷന് ശേഷമാണ്. സോ വി ആർ നോ മോർ ഗിൽറ്റി. ഓക്കെ, പക്ഷെ അപ്പോഴും പാപം എന്നൊരു ഫെനോമെനൻ നമ്മുടെ ഉള്ളിലുണ്ട്. പാപം ഇല്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നില്ല. ബട്ട് വി ആർ ന്യൂ ക്രിയേഷൻസ് അക്സെപ്റ്റഡ് ബൈ ഗോഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് വരുന്നത്, ഈ രക്ഷ വരുന്നത് എന്നുള്ളത്? അവന്റെ കണ്ണിൽ നമ്മൾ നീതിമാന്മാർ എന്ന് പറയുകയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് എസെൻഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ചെറിയ ഡയഗ്രാം വഴി ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഈ ഡയഗ്രാം ഇങ്ങനെയാണ്. ഒരു വൃത്തം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവൻ, ഓക്കെ ഒരു മിനിറ്റ്, ഞാൻ ഓക്കെ ഇത് മുഴുവൻ പാപം നിറഞ്ഞൊരു വൃത്തം. പാപത്തിന്റെ നിറം ചുവപ്പാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ, പക്ഷെ പല ആൾക്കാരും അങ്ങനെയാണ് സങ്കല്പിക്കുന്നത്. നിന്റെ പാപം എന്താ പറയുന്നത്, ഒരു വാക്കുണ്ടല്ലോ, ഓക്കെ എന്തെങ്കിലും ആട്ടെ, കടും ചുവപ്പ്. കടും ചുവപ്പ്. അപ്പം ഇത്രയും കട്ടിയുള്ള ചുവപ്പ് ഇതിനകത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പാപം. അപ്പൊ ഈ പാപത്തെ കഴുകിക്കളയുക എന്നൊരു പ്രോസസ്സ് കൂടിയുണ്ട്. ആ പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും.
ഓക്കെ, അപ്പോൾ ക്ലീനായി. ഇനി വേറൊരു പരിപാടിയുടെ ഇതിനകത്തുണ്ട്, അത് മറന്നു പോരുത്. അത് മറന്നു പോയി കഴിഞ്ഞാൽ ഈ സംഗതി ക്ലിയർ ആവത്തില്ല. നമുക്കതിന് ഗ്രീൻ കളർ കൊടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഗ്രീൻ കളർ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപമല്ല, ജീവനായിട്ട്. ജീവൻ മിക്കവാറും ഗ്രീനായിട്ടൊക്കെ കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചുമ്മാ വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഏത് കളർ വേണം കൊടുക്കാം. ഇതെന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യാൻസലേഷൻ ഓഫ് സിൻസ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇംപ്യൂട്ടേഷൻ ഓഫ് റൈച്ചസ്നസ്. നമ്മുടെ പാപം കഴുകിക്കളയുക മാത്രമല്ല, ആ പാപം കഴുകിക്കളഞ്ഞ് നമ്മളെ ക്ലീൻ ആക്കിയിട്ട് അവന്റെ നീതി നമ്മളിലേക്ക് ഇംപ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഇംപ്യൂട്ടേഷൻ ഓഫ് റൈച്ചസ്നസ് ആൻഡ് എക്സ്പിയേഷൻ ഓഫ് സിൻ, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ജസ്റ്റിഫിക്കേഷൻ. ഞാൻ പറഞ്ഞ ഓർഡർ മാറിപ്പോയി. പാപത്തെ മുഴുവൻ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച ശേഷം ക്രിസ്തുവിന്റെ നീതി വെച്ച് നമ്മളെ വിളിക്കുന്നതാണ്, നീതിമാനെ എന്ന് വിളിക്കുന്നതാണ് ആ ഡിവൈൻ ആക്ട് ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത്. ഈ നീതിമാനെ എന്ന് വിളിക്കപ്പെടുമ്പോൾ എനിക്ക് നീതിയോടെ ജീവിക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും ഉപദേശങ്ങളും, ആത്മാവും, ഞാൻ നടക്കേണ്ടുന്ന വഴിയും ഞാൻ അനുഭവിക്കേണ്ടുന്ന കഷ്ടങ്ങളും, ഞാൻ എങ്ങനെ ക്രിസ്തുവിന്റെ നീതി വെളിപ്പെടുത്തണം എന്നുള്ളതിന്റെ ഫുൾ ഡയഗ്രാം കർത്താവ് എൻ്റെ ലൈഫിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതിനാണ് മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. വി ആർ ഡിക്ലെയർഡ് ജസ്റ്റ് ആൻഡ് ഒരു ലിസ്റ്റ് ഓഫ് സൽപ്രവൃത്തികൾ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലെ നടന്ന് നമ്മൾ ഈ ക്രിസ്തുവിന്റെ നീതി എക്സർസൈസ് ചെയ്യണം. ഈ ക്രിസ്തുവിന്റെ നീതി എക്സർസൈസ് ചെയ്യുന്നത് അത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രവൃത്തികളുടെ മാത്രമാണ്. അപ്പൊ ഒരു മനുഷ്യൻ, നമ്മൾ കുറെ സൽപ്രവൃത്തികൾ ചെയ്താൽ അങ്ങനെ വരത്തില്ല, എക്സർസൈസ് കറക്റ്റ് ആവത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഒരു പാഠം പഠിച്ചിട്ട്, ഓക്കെ, പാഠം പഠിച്ചിട്ട് ആ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി, നിങ്ങൾ തന്നെ ചോദ്യം ഉണ്ടാക്കി ഉത്തരം എഴുതിയാൽ മതിയോ? പോരാ. ആ പുസ്തകത്തിന്റെ അവസാനം കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താലേ നമുക്കിത് ശരിക്കും മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശരിക്കും ആരാണോ ഈ എന്താ പറയുന്നത്, ഈ നമ്മളെ നീതീകരിക്കുന്നത്, ആ ആള് തന്നെ നമ്മുടെ എക്സർസൈസും സെറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ഗോ അബൌട്ട് ഡൂയിങ് ഗുഡ് വർക്ക്സ്, ഇറ്റ് ഈസ് ദാറ്റ് വി വാക്ക് ഇൻ ഫെയ്ത്ത്. ആ വിശ്വാസം നടപ്പിൽ പ്രവൃത്തികളെ ദൈവം ഓരോ ദിവസവും നമ്മൾ വിശ്വാസത്താൽ ചെയ്യേണ്ട, നമ്മുടെ ജഡത്തെ മരണത്തിന് ഏൽപ്പിക്കേണ്ട പ്രവൃത്തികളിലൂടെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു നടത്തിപ്പിലൂടെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ഇംപ്യൂട്ടഡ് റൈച്ചസിനെ പ്രാക്ടിക്കലായിട്ട് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ വർക്ക് ഓഫ് ഗോഡ്. രക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതിന്റെ വില കൊടുക്കുന്നതും നീതി നൽകുന്നതും നീതിമാനെന്ന് വിളിക്കുന്നതും ആ നീതിയെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള റിസോഴ്സസ് എല്ലാം സപ്ലൈ ചെയ്യുന്നതും, ഓക്കെ, ആ പ്രവൃത്തികൾ നമ്മളുടെ മുമ്പിൽ സൽപ്രവൃത്തികളെ ഒരുക്കി വെക്കുന്നതും. ഈ സൽപ്രവൃത്തികളെ ഒരുക്കി വെക്കുക എന്ന് പറയുമ്പം ഞാൻ ആദ്യം ചിന്തിക്കുമായിരുന്നു ഇതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. അതായത് എന്നായിരുന്നു, ആണോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അതായത് നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ്, വിധി പോലെയാണ്, രാവിലെ എഴുന്നേറ്റും പല്ല് തേക്കണം എന്നുള്ള ബ്രഷും പേസ്റ്റും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നു, ഇരിക്കുന്നു, ഇതെല്ലാം കർത്താവ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത്, ഈ നമ്മുടെ നീതി കൊണ്ട് സാധിക്കാത്തതും ദൈവത്തിന്റെ റിസോഴ്സസ് കൊണ്ട് മാത്രം സാധിക്കുന്നതുമായ സൽപ്രവൃത്തികൾ, ഇപ്പൊ ഞാൻ എത്ര വിചാരിച്ചാലും എൻ്റെ ശക്തി കൊണ്ട് കഴിയാതെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രം കഴിയുന്ന സൽപ്രവൃത്തികൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും പ്രാക്ടിക്കൽ അല്ല ബ്രദറെ എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള സൽപ്രവൃത്തികൾ, ഒരടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ കടത്തിവിടുന്ന സൽപ്രവൃത്തി, ആ ഒരു സൽപ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത് ക്രിസ്തുവിന്റെ ആ നടത്തിപ്പാണ്. അതാണ് നമ്മൾ ഓരോ ദിവസവും നേരിടുന്നത്. നമ്മൾ പലപ്പോഴും അതിനെ പ്രാക്ടിക്കലല്ല, നമ്മൾ തള്ളിക്കളയാറാണ് പതിവ്. വിശ്വാസത്താൽ അതിനെ അപ്രോച്ച് ചെയ്യാറില്ല. ഈ വിശ്വാസത്തെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അടുത്ത തലത്തിലേക്ക് നമ്മുടെ വിശ്വാസം വളരും. ഫെയ്ത്ത് പ്രൊഡ്യൂസസ് എ റൈച്ചസ്നസ്. ഇപ്പൊ പലതും പ്രാക്ടിക്കലല്ല, നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നത് പലതും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ ആകാം. അത് വിവേചിക്കേണ്ടത്, റിസ്ക് എടുക്കേണ്ടത്, മരണത്തിന് ഏൽപ്പിക്കപ്പെടേണ്ടത്, ഇതെല്ലാം ഈ നീതീകരണത്തിന്റെ ഫലമാണ്.
ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? റിസ്ക് ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കും. റിസ്ക് ഇല്ലാതെ ജീവിക്കുമ്പോൾ നമുക്ക് ചലഞ്ചസ് ഒന്നുമില്ല. നമ്മൾ സുന്ദരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ റിസ്കിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ ദൈവം എവിടെയാണ് ഈ സൽപ്രവൃത്തികൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? നമ്മുടെ കഴിവിനപ്പുറത്തുള്ള ടെസ്റ്റിങ്ങിലൂടെയാണ്, സൽപ്രവൃത്തികളിലൂടെയാണ് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നത്. ഈ രണ്ട് തരത്തിലുള്ള സൽപ്രവൃത്തികൾ വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. അതായത് ഞാനിപ്പോ ഈ പ്രവൃത്തികൾ എന്നുള്ള വിഷയം ഇപ്പൊ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷെ നമ്മളൊരു ഒരു വർഷിപ്പ് സർവീസും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഇടയിൽ നിർത്തരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രവൃത്തിയുടെ കാര്യം കൂടെ കൊണ്ടുവന്നത്. കാരണം അതല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് പ്രവൃത്തി ഒന്നും വേണ്ടെന്നാണ് പാസ്റ്റർ പറഞ്ഞത്, അങ്ങനെ ബ്രദർ പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, മരമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കരുത്, നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം തണ്ടിന്മേൽ വെക്കുന്ന വിളക്ക് പോലെയാണ്, അത് മുറിയിലുള്ള എല്ലാവർക്കും പ്രകാശിക്കണം, അത് പറയെങ്കിൽ വെക്കരുത്, അങ്ങനെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാണ് കർത്താവ് പറയുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ വലതു കൈ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ഇടം കൈ അറിയരുത്. അപ്പൊ തണ്ടിന്മേൽ വെക്കണോ പറയെങ്കിൽ വെക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുകയാണ്. ഓക്കെ, ഒരേ പ്രസംഗത്തിൽ തന്നെ കർത്താവ് ആദ്യം പറയുകയാണ്, നിങ്ങൾ പറയുന്ന എല്ലാവരും, നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ എല്ലാവരും കാണണം, എന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതായത് തൊട്ടു താഴെ അടുത്ത അധ്യായത്തിൽ പറയാണ്, നിങ്ങളുടെ വലങ്കൈ ചെയ്യുന്ന എന്തെന്ന് ഇടങ്കൈ അറിയരുത്, ഒരു തണ്ടിലും വെക്കണ്ട, വിളക്ക് കത്തിച്ച് മുറി അടച്ച് മുറിക്കകത്തിരുന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിന് മുമ്പ് ചെയ്തു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നു? നോട്ടീസ് കൊടുക്കോ അതോ വേണ്ടയോ? പത്രത്തിൽ പരസ്യം കൊടുക്കണോ അത് രഹസ്യമായിട്ട് ചെയ്താൽ മതിയോ? ഇതാണ് രണ്ട് തരം സൽപ്രവൃത്തികളാണ്. ആദ്യത്തെ സൽപ്രവൃത്തി കാണുമ്പോഴേ ആൾക്കാർക്ക് അറിയാം, ഇത് ഇവനാൽ സാധിക്കത്തില്ല, ദൈവത്തിന് സ്തോത്രം. അവിടെ മഹത്വം പോകുന്ന ആർക്കാണ്? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ പ്രവൃത്തികൾ ദൈവം മുന്നൊരുക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ദൈവം മുന്നൊരുക്കി വെച്ചിരിക്കുന്ന പ്രവൃത്തികളെ മറച്ചു വെക്കാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല. അതിനകത്ത് നമുക്കൊരു ക്രെഡിറ്റും ഇല്ല, നമ്മളെ ആരും പുകഴ്ത്താനും പോകുന്നില്ല. ചേസ് ബ്രദറിനെ സമ്മതിക്കണം കേട്ടോ ആരും പറയത്തില്ല. കാരണം അത് ചേസ് ബ്രദറിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് ദൈവത്താൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്റെ ദൈവമേ നീ എത്ര വലിയവെന്ന് മാത്രം ചിന്തിക്കൂ. അങ്ങനെയാണ് ദൈവത്തിന്റെ നാമം വിശ്വാസം അറിയാത്തവരുടെ ഇടയിൽ മഹത്വപ്പെടേണ്ടത്. എന്നാൽ മറ്റേത് നിങ്ങൾ പ്രവൃത്തികളെ ചെയ്യുമ്പോൾ എന്നാ പറയുന്നത്, അതായത് നമ്മുടെ സൽപ്രവൃത്തികളാണ്. ഈ നമ്മുടെ സൽപ്രവൃത്തികളാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. ആ നമ്മൾ ചെയ്യുന്ന, നമുക്ക് നീതി എന്ന് തോന്നി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് നമുക്ക് പുകഴ്ച കൊണ്ടിരുന്ന കാര്യമാണ്. ഈ നമുക്ക് പുകഴ്ച കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജഡത്തിൽ നിന്ന് പുകഴ്ച കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ ദൈവം നമുക്ക് മുന്നൊരുക്കി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ അത് കഴിയുന്ന തരം സൽപ്രവൃത്തികൾ. അതുകൊണ്ടാണ് ആൾക്കാർ അത് പറയുകയും വെക്കുന്നത്. നമ്മൾ പറയില്ലേ, ഞാൻ ഇത് ചെയ്തു തന്നെന്ന് ആരും പറയരുത് കേട്ടോ, ആരും പറയില്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഇങ്ങ് വരും. അപ്പൊ നമ്മൾ മിക്കവാറും നമ്മുടെ രഹസ്യമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൽ ഒരു കാരണം എന്താണ്? എനിക്ക് ഫെയിം വേണ്ട എന്നുള്ളത്. മറ്റേ കാരണം ഇതുമാകാം, നാളെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഹായത്തിന് ആൾക്കാർ വന്നാലോ എന്നതുമാകാം. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഓരോ പ്രവൃത്തികളും മുമ്പോട്ട് നീക്കുമ്പോൾ, ഇത് ദൈവാത്മാവിൻ്റെതാണോ, ആത്മാവ് എനിക്ക് തന്നതാണോ, എനിക്ക് കപ്പാസിറ്റി ഇല്ലായിരിക്കാം, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, പ്രായോഗികമായിട്ട് ഞാൻ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യണോ? ഒരാളെ നമ്മൾ ഏൽപ്പിക്കുകയാണ്, അയാൾക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, മാനസികമായി പ്രശ്നമുള്ള ആളാണ്. അപ്പൊ കർത്താവിനെ ചോദിക്കും, കർത്താവ് നീ അയാളെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അയാൾ നാളെ കൊന്നുകളയുമായിരിക്കാം, പക്ഷെ ദൈവം ഏൽപ്പിച്ചതാണോ? ആ സൽപ്രവൃത്തികളിലേക്ക് നമുക്ക് നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ നീതി പോരാ, നമുക്ക് ക്രിസ്തുവിന്റെ നീതി വേണം. ക്രിസ്തുവിന്റെ നീതി ഉണ്ടെങ്കിലേ നമുക്ക് ഒരു റാഡിക്കൽ ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ. ആ റാഡിക്കൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാകുന്നതല്ല, ദൈവം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പം ദൈവം നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര പവറാണ്. ദൈവം ഒരുത്തിനെ നീതിമാൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ നീതിമാൻ എന്നുള്ള വിളിക്ക് തന്നെ ഭയങ്കര അധികാരമാണ്. അതിനർത്ഥം നീതിമാനായി എന്നതിന്റെ അർത്ഥം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവം. ചേസിനെ പോലെ ഒരുത്തിനെ വിളിച്ചിട്ട് നീതിമാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര പവർഫുൾ ആണത്. അതുപോലെ ഓരോരുത്തരെയും കർത്താവ് നീതിമാൻ എന്ന് വിളിക്കുമ്പോൾ, ഭൂമി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി വന്ന പോലെ അതൊരു കമാൻഡാണ്. ആ കമാൻഡ് എന്ന് പറയും നമ്മളെ നീതിമാന്മാരാക്കി, ക്രിസ്തുവിന്റെ നീതിയുള്ളവരാക്കി നമ്മളെ മാറ്റും. നമ്മുടെ ശാരീരികമായ ഇംപെർഫെക്ഷൻ നമുക്ക് അപ്പോഴും ഉണ്ടാവും. ആ പാപം, ആ ശരീരത്തിൽ വസിക്കുന്ന ആ ഒരു ബലഹീനത അപ്പോഴും ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ ബൈ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നമ്മൾ
ക്രിസ്തുവിനോടൊപ്പം എത്തുന്ന, ഞാനല്ല ക്രിസ്തു അത്ര എന്ന് പറയുന്ന ആ ഒരു ഫെയ്ത്തിലേക്ക് നമ്മൾ വിശ്വാസത്താൽ നീങ്ങും. സോ പ്രവൃത്തികളാൽ നമ്മൾ ഉണ്ടാക്കുന്ന നീതിയെക്കാളും സുപ്പീരിയർ ആൻഡ് പെർഫെക്റ്റ് ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെന്റ് ആണ് ദൈവം നമുക്ക് തരുന്ന നീതി. ഈ ദൈവം തരുന്ന നീതിയെക്കുറിച്ചാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജസ്റ്റിഫിക്കേഷൻ നമ്മളെ റൈച്ചസ്നെസ്സിലേക്ക് നടത്തും. നിങ്ങൾ ആ ഗ്രീൻ സർക്കിൾ ഓർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് ആൻ എംപ്റ്റി ജസ്റ്റിഫിക്കേഷൻ. പല ആൾക്കാരും പറയുന്ന കർത്താവിന്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്നെ നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ ഫൈൻ. ഇവാഞ്ചലിക്കൽ സർക്കിൾസിൽ വന്ന പ്രശ്നമാണിത്. പെന്തക്കോസ്തൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവാഞ്ചലിക്കൽ ബ്രദറൻ പോലുള്ള ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനങ്ങളിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ ഈ ഇംപ്യൂട്ടേഷൻ ഓഫ് റൈച്ചസ്നെസ് ഇതിനകത്ത് ഉണ്ടെന്നും, അതുകൊണ്ട് ഒരു പരിജ്ഞാനത്തിന്റെ ജീവിതത്തിലേക്ക് ഞാൻ പോകേണ്ടതുണ്ടെന്നും, ദൈവം എന്നെ നീതിമാനെന്ന് വിളിക്കുമ്പോൾ ആ നീതി എന്നിൽ ഉണ്ടാകണമെന്നും, ബിക്കോസ് ഗോഡ്സ് വേർഡ്സ് ആർ ക്രിയേറ്റീവ്, ഇറ്റ് ഹാസ് ക്രിയേറ്റിംഗ് പവർ. അപ്പൊ ഞാൻ നീതിമാനായി മാറണമെന്നും ആ പരിജ്ഞാനത്തിലേക്ക് ജീവിക്കാനുള്ള നിർബന്ധം ആ വിളിയുടെ മേലുണ്ടെന്നുമുള്ള കാര്യം ആരും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എന്നുള്ളതാണ്. സോ ദർ ഇസ് ഗോഡ്സ് കമ്പൽഷൻ, ദ കമ്പൽഷൻ ഓഫ് ലവ്. ഇപ്പൊ റൈച്ചസ്നെസ് എന്ന് പറയുന്നൊരു, നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവപ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുക, ദൈവം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് എ റാഡിക്കൽ വാക്ക് വിത്ത് ദ ലോർഡ്. ദൈവത്തോടൊപ്പമുള്ള ഒരു അത്ഭുതകരമായ, നമ്മളെ കൊണ്ട് അതർവൈസ് സാധിക്കുമായിരുന്നില്ലാത്ത ഒരു നടപ്പാണ് ഈ നീതീകരണം നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ മാൻ, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗോഡ്. അപ്പൊ നമ്മൾ ആദ്യം, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഊന്നി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, റീജനറേഷൻ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ഫെയ്ത്തും വ്യാജമാണ്, ജസ്റ്റിഫിക്കേഷനും റിയലി നടന്നിട്ടില്ല. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുതരമായ രോഗമുള്ള ക്യാൻസർ ഉള്ള ഒരാള് ഡോക്ടർ ചികിത്സിക്കുന്നുമില്ല, പുതിയതൊന്നും വെച്ചു കൊടുക്കുന്നുമില്ല, ഹീസ് ഓക്കെ എന്ന് പറഞ്ഞു വിടുന്നതിനെയാണ് നമ്മൾ ഈ റീജനറേഷൻ ഇല്ലാത്ത ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. റീജനറേഷൻ ഇല്ല, വീണ്ടും ജനിച്ചിട്ടില്ല, നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ജീവിതകാലം മുഴുവൻ നീതിമാനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത്. സഹോദരങ്ങളെ, ദ കീ ഈസ് ദാറ്റ് വി ഓൾ നീഡ് ടു ബി ബോൺ അഗെയിൻ, റീജനറേറ്റഡ്. ആ സർജിക്കൽ പ്രോസസ് നമ്മുടെ ഉള്ളിൽ നടന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും നീതീകരിക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കൂ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ നീതീകരിച്ചത് ഞങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുവാൻ, പ്രവർത്തിക്കാത്തവനെ നീതീകരിക്കുവാൻ അങ്ങേക്ക് തോന്നിയ കരുണ, വലിയ പ്രവൃത്തികൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങളിൽ മാറ്റം ഉണ്ടാക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അക്സെപ്റ്റൻസ് എല്ലാം ഞങ്ങൾ കർത്താവ് എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, ഞങ്ങൾ കർത്താവ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ അക്സെപ്റ്റൻസിൽ ഉറച്ചിരിക്കുന്നു. എങ്കിലും കർത്താവ് അങ്ങയുടെ മുമ്പിൽ വളർന്ന് ദൈവം അങ്ങേ മഹത്വപ്പെടുന്ന പ്രവൃത്തികളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.